ജ്ഞാനപീഠ പുരസ്കാരം ഭാരതത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. എങ്കിലും ഇത് നൽകുന്നത് സർക്കാരല്ല. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഏതെങ്കിലും എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ മികച്ച കൃതിക്കാണ് തുടക്കത്തിൽ ജ്ഞാനപീഠം നൽകിയിരുന്നത്. എന്നാൽ 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്കായി പുരസ്കാരം നൽകുന്നത്. ഇനിയും ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ച് ആദ്യത്തേത് 1965 ആദ്യ ജ്ഞാനപീഠ പുരസ്കാര തെരഞ്ഞെടുപ്പ് ഏറെ ശ്രമകരമായിരുന്നു. അരനൂറ്റാണ്ടിനിടെ ഭാരതീയ ഭാഷകളിലുണ്ടായ മികച്ച സാഹിത്യകൃതിക്ക് പുരസ്കാരം നൽകാനായിരുന്നു അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം. 1920 മുതലുള്ള കൃതികൾ പരിഗണിച്ചു. ഇത് വളരെ ശ്രമകരമായൊരു ഇതായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. മലയാളത്തിലേക്ക് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം എത്തിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. 1965 ജി ശങ്കരക്കുറുപ്പിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയത് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരമാണ്. ശങ്കരാചാര്യരുടെ ജന്മനാടായ കാലടിക്കടുത്താണ് ശങ്കരക്കുറുപ്പിൻ്റെ ജന്മദേശം. നായത്തോട് എന്ന ഗ്രാമത്തിൽ 1901 ജൂൺ 3 ജനനം. മികച്ച സംസ്കൃത പണ്ഡിതനും ജ്യോതിഷിയുമായ അമ്മാവൻ ഗോവിന്ദക്കുറുപ്പായിരുന്നു ശങ്കരക്കുറുപ്പിൻ്റെ ആദ്യ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ജി എന്ന ഇനീഷ്യൽ. പഠനത്തിന് ശേഷം വിവിധ സ്കൂളുകളിൽ അധ്യാപകനായ ശങ്കരക്കുറുപ്പ് അതിനുശേഷം വീണ്ടും വിദ്യാർത്ഥിയായി കുറച്ചുകാലം സംസ്കൃതത്തിൽ ഉപരിപഠനം നടത്തി. 25-ാം വയസ്സിൽ അധ്യാപക പരിശീലനത്തിന് ചേർന്നു. തുടർന്ന് കുറേ കാലം കാവ്യരചനയിൽ മുഴുകി. 34-ാം വയസ്സിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായി. 1956 മഹാരാജാസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം കുറേ കാലം ആകാശവാണിയിൽ ജോലി ചെയ്തു. 1962 മുതൽ 1972 വരെ രാജ്യസഭാംഗമായിരുന്നു. 1978 ഫെബ്രുവരി 2 ശങ്കരക്കുറുപ്പിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് നോക്കാം. സാഹിത്യ കൗതുകം 4 ഭാഗങ്ങൾ, പതികൻ്റെ പാട്ട്, സൂര്യകാന്തി, ഇതളുകൾ, വിശ്വദർശനം, ഓടക്കുഴൽ, ജീവനസംഗീതം, പാഥേയം, സാന്ധ്യരാഗം, ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലകവിതകൾ, ചെങ്കതിരുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ. 35-ലധികം കവിതാ സമാഹാരങ്ങൾക്ക് പുറമെ 4 കഥാസമാഹാരം, 6 വിവർത്തനങ്ങൾ, 3 ജീവചരിത്രം, 10 ഉപന്യാസ സമാഹാരം, 5 വ്യാകരണ ഗ്രന്ഥങ്ങൾ എന്നിവയും രചിച്ചു. എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന 50-ലേറെ ബാലകവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. വിശ്വദർശനം എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും 1968 പത്മഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചു. ഓടക്കുഴലിനു ജ്ഞാനപീഠം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയതാണ് പിൻകാലത്ത് പ്രശസ്തമായ ഓടക്കുഴൽ അവാർഡ്. ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ കിട്ടിയ തുകയുടെ ഒരു ഭാഗം അദ്ദേഹം ഇതിനായി നീക്കിവെക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, സർക്കാരിൻ്റെതല്ലാത്ത പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ഇനി നമുക്ക് ജ്ഞാനപീഠത്തിലെ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു 1965 ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് 1980 എസ് കെ പൊറ്റക്കാട്, ഒരു ദേശത്തിൻ്റെ കഥ നോവൽ. മൂന്നാമത് 1984 തകഴി ശിവശങ്കരപിള്ള സമഗ്ര സംഭാവനയ്ക്ക്. 1995 എം ഡി വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്ക്. നമ്മൾ പറഞ്ഞു 1982 ശേഷം സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നതെന്ന്. 2007 ONV കുറുപ്പ് സമഗ്ര സംഭാവന. 2018 അക്കിത്തം അച്യുതൻ നമ്പൂതിരി സമഗ്ര സംഭാവന. ഇനി ജ്ഞാനപീഠത്തിലെ മലയാളം നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. 1965 മുതൽ വർഷം തോറും ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഇത് നൽകി വരുന്നത്. ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിൻ്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം. ജി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. ജീവിതകാലം എന്ന് പറയുന്നത് 1901 മുതൽ 1978 വരെ.
സഞ്ചാര സാഹിത്യ കുലപതി എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലാണ് ജ്ഞാനപീഠം രണ്ടാമത് കേരളത്തിലെത്തിച്ചത് 1980. ഏറ്റവും മികച്ച കൃതിക്ക് ജ്ഞാനപീഠം നൽകുന്ന രീതി 1981 അവസാനിച്ചു. 1982 മുതൽ എഴുത്തുകാരുടെ സമഗ്ര സംഭാവനകൾക്ക് അവാർഡ് നൽകുന്ന രീതി വന്നു. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെട്ട തകഴി ശിവശങ്കരപ്പിള്ളയാണ് ജ്ഞാനപീഠം ലഭിച്ച മൂന്നാമത്തെ മലയാളി 1984. 1995 ജ്ഞാനപീഠത്തിലൂടെ എം.ടി. വാസുദേവൻ നായർ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയായി. മലയാളത്തിൻ്റെ പ്രിയകവി ഒ.എൻ.വി. കുറുപ്പ് 2007 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായി. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് മലയാളത്തിൻ്റെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 93-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം തേടിയെത്തിയത്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുചടങ്ങ് നടക്കാത്തതിനാൽ ജ്ഞാനപീഠ പുരസ്കാര സമിതി പാലക്കാട് കുമാരനല്ലൂരിലെ വീട്ടിലെത്തി ഈയിടെ അക്കിത്തത്തിന് പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഓരോ മലയാളത്തിൻ്റെ ജ്ഞാനപീഠ ജേതാക്കൾ ഓരോരുത്തരെക്കുറിച്ച് നമുക്ക് നോക്കാം. ജി. ശങ്കരക്കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1901 മുതൽ 1978 വരെയാണ്. അദ്ദേഹം എറണാകുളം കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഓടക്കുഴൽ, സാഹിത്യ കൗതുകം, 4 ഭാഗങ്ങൾ, വിശ്വദർശനം, അന്തർദാഹം, പതികൻ്റെ പാട്ട്, പാഥേയം, കവിതാസമാഹാരങ്ങൾ, ഗീതാഞ്ജലി, വിലാസലഹരി, വിവർത്തനങ്ങൾ, സന്ധ്യ, ഇരുട്ടിനു മുമ്പ് എന്നീ നാടകങ്ങൾ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, പത്മഭൂഷൺ എന്നിങ്ങനെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി എസ്.കെ. പൊറ്റക്കാട്, രണ്ടാമത്തെ ജ്ഞാനപീഠ ജേതാവാണ് മലയാളത്തിലെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1913 മുതൽ 1982 വരെയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച ലളിതസുന്ദരമായ ഭാഷയിൽ ആവിഷ്കരിച്ച കഥാകൃത്താണ് എസ്.കെ. പൊറ്റക്കാട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണകാരനാണ്. മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. കോഴിക്കോട്ട് ജനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്സഭാ അംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം തുടങ്ങി 10ഓളം നോവലുകൾ, ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം തുടങ്ങി 19ഓളം കഥാസമാഹാരങ്ങൾ, ബാലിദ്വീപ്, മലയാനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നീ യാത്രാ വിവരണങ്ങൾ, സംസാരിക്കുന്ന ഡയറിക്കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ സ്മരണകളാണ്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ജ്ഞാനപീഠ ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളയെ കുറിച്ച് നോക്കാം. 1912 മുതൽ 1999 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റും കഥാകൃത്തും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം പച്ചയെ ആവിഷ്കരിച്ച എഴുത്തുകാരിൽ പ്രമുഖനുമാണ് തകഴി ശിവശങ്കരപ്പിള്ള. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. പല നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട്. ചെമ്മീൻ എന്ന നോവൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒട്ടുമിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിരിക്കുന്നു. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ കയർ, ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ചുക്ക്, തെണ്ടിവർഗം, 5 പെണ്ണുങ്ങൾ, മുരയും പതയും, പെണ്ണ്, ബലൂണുകൾ, ആകാശം, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി 34ഓളം നോവലുകൾ, അടിയൊഴുക്കുകൾ, ഒരു കുട്ടനാടൻ കഥ, നിത്യകന്യക, ഇൻകുലാബ്, ഘോഷയാത്ര, പ്രതിജ്ഞ, ചരിത്ര സത്യങ്ങൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 17ഓളം കഥാസമാഹാരങ്ങൾ, അമേരിക്കൻ തിരശീല യാത്രാവിവരണമാണ്, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങൾ എന്നിവ ആത്മകഥകളാണ്. അടുത്ത എം.ടി. വാസുദേവൻ നായർ. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനനം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, കാലം തുടങ്ങിയ നോവലുകളും
ഇരുട്ടിൻ്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, കുട്ടിയടത്തി തുടങ്ങിയ അനേകം ചെറുകഥകളും, ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ചൻ, പരിണയം നിരവധി തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇനിയും ONV കുറുപ്പ് 1931 മെയ് 27 ജനിച്ചു. അധ്യാപകൻ, കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം വകുപ്പിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഗാനരചനയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ എന്നിവ ലഭിച്ചു. പ്രധാന കൃതികൾ: അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, അഗ്നിശലഭങ്ങൾ, മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ, ഉജ്ജയിനി, ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ, വെറുതെ, തോന്നിയാക്ഷരങ്ങൾ എന്നിവ കവിതാസമാഹാരങ്ങളാണ്. കവിതയിലെ സമാന്തര രേഖകൾ, എഴുത്തച്ഛൻ, പ്രബന്ധങ്ങൾ എന്നിവ പ്രബന്ധങ്ങളാണ്. ONVയുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ഗാനസമാഹാരമാണ്. ഇനി നമുക്ക് മലയാളത്തിലെ ഏറ്റവും അവസാനമായി ലഭിച്ച അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെക്കുറിച്ച് നോക്കാം. ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞു പൊലിഞ്ഞ ലോകം എന്നിവയാണ്. ശ്രദ്ധേയമായ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ നോക്കാം. കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972 ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് 1973 ലഭിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് 1973 ലഭിച്ചു. ആസാൻ പ്രൈസ് 1994 ലഭിച്ചു. ലളിതാംബിക സാഹിത്യ അവാർഡ് 1996 ലഭിച്ചു. വള്ളത്തോൾ അവാർഡ് 1997 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2008 ലഭിച്ചു. വയലാർ അവാർഡ് 2012 ലഭിച്ചു. പത്മശ്രീ 2017 ലഭിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം 2019 ലഭിച്ചു. ONV സാഹിത്യ അവാർഡ് 2019 ലഭിച്ചു. അക്കിത്തത്തിന് 1952 സഞ്ജയൻ അവാർഡും 20 നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കും 1971 ബലിദർശനത്തിന് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1973 അദ്ദേഹത്തിന് 2 പ്രധാന ബഹുമതികൾ ലഭിച്ചു. ബലിദർശനത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡും നിമിഷക്ഷേത്രത്തിനുള്ള ഓടക്കുഴൽ അവാർഡും.